ഇതിനു മുമ്പ് മയിൽ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് ഈ സീൻ. ഇപ്പോൾ സമയം രാവിലെ 6-6:30 ആദ്യം തന്നെ റിസോർട്ടിൻ്റെ സറൗണ്ടിങ്സിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. രാവിലെ മഞ്ഞും മലയും ഈ കോടയും എന്ത് കിടുക അല്ലേ, എന്ത് ഫീലാ. അങ്ങനെ കാത്തിരുന്ന് സഫാരി തുടങ്ങി. ആദ്യം തന്നെ ഞങ്ങൾ ആനയെ കണ്ടു. ആക്ച്വലി ഞങ്ങളും പേടിച്ചു, ഞങ്ങളെ കണ്ട് ഇന്ത്യൻ കോറും കുറച്ച് പേടിച്ചു. ഹലോ ഗൈസ്, എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞങ്ങളിപ്പോൾ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിലാണ്, കൂർഗിൽ. ഇപ്പോൾ സമയം രാവിലെ 6-6:30 ആദ്യം തന്നെ റിസോർട്ടിൻ്റെ സറൗണ്ടിങ്സിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാം. രാവിലെ മഞ്ഞും മലയും ഈ കോടയും എന്ത് കിടുക അല്ലേ, എന്ത് ഫീലാ. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൽ ഇന്നത്തെ ഞങ്ങളുടെ ആക്ടിവിറ്റിയാണ് മോർണിംഗ് ജംഗിൾ സഫാരി. ഇതിന് മുമ്പ് ഞങ്ങൾ സഫാരിക്ക് പോയിട്ടുണ്ട് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് തന്നെ, അത് കൂടാതെയും പോയിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദാറ്റ്. കിടിലം വീഡിയോസ് ആയിരുന്നു. ഇതാണ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ. മുന്നിൽ കാണുന്നത് കാവേരി റിവറാണ്. അവിടെ ആക്ച്വലി മുതലുകളുണ്ട്. അതുമല്ല, ഒത്തിരി മലബാർ ജെയിൻ സ്ക്വറൽസിന് ഇവിടെ കാണാൻ പറ്റും. രാവിലെ സഫാരിക്ക് പോകുന്നതിന് മുമ്പ് റെസ്റ്റോറൻറ്റ് തന്നെ ടീം സ്നാക്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ സഫാരിക്ക് പോകാൻ കുറച്ച് നേരം എനർജി കിട്ടും. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. അതുമല്ല, സ്റ്റാഫ് നല്ല കേർട്ടിയസ് ആണ്. ഞങ്ങൾ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മോർണിംഗ് സഫാറിയിലാണ് കൂടുതൽ അനിമൽസിനെ കാണാൻ സാധ്യത. അപ്പം വി ആർ ഹൈലി എക്സൈറ്റഡ്. അങ്ങനെ ഞങ്ങളോട് സ്റ്റാഫ് പറഞ്ഞ് രാവിലെ 6:30 ഗോൾഗർ, അതായത് റെസ്റ്റോറൻറ്റ് ഏരിയയുടെ മുന്നിൽ അസംബ്ലി ചെയ്യാനായിട്ട്. അവിടെ നിന്നായിരിക്കും ഞങ്ങൾ സഫാരിക്ക് പോകുന്നത്. അങ്ങനെ കാത്തിരുന്ന് സഫാരി തുടങ്ങി. ആദ്യം തന്നെ ഞങ്ങൾ ആനയെ കണ്ടു. കാവേരി റിവറിൻ്റെ മെയിൻ സ്ട്രീം റിസോർട്ടിൻ്റെ അടുത്തൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് ഒത്തിരി ആനകളോട് വരാറുണ്ട്. അതിലൊരു ആനയാണ് ഇതെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഡുബാരെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ടിൽ പോയത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ കർണാടകയിൽ നല്ല മഴ പെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗൈഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ നല്ല മഴ കിട്ടുന്നത് കൊണ്ട് അനിമൽസ് എല്ലാം ഡീപ്പ് ഫോറസ്റ്റിനകത്തായിരിക്കും, പുറത്തേക്ക് വരാൻ സാധ്യത കുറവാണ്. എന്നാലും ഞങ്ങൾ ഇൻറ്റീരിയറിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. രാവിലെ ഒത്തിരി അനിമൽസിനെ ഒന്നും കണ്ടില്ലെങ്കിലും കാട്ടിനുള്ളിലെ ജീപ്പും ഈ മഞ്ഞും മലയും ഇതൊക്കെ കണ്ട് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകാൻ തന്നെ കിടിലൊരു ഫീല് തന്നെയായിരിക്കും. വി ആർ ഹൈലി എക്സൈറ്റഡ് ഫോർ ദാറ്റ്. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിനെ പറ്റി കേൾക്കാത്തവരായി കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്കായിട്ടാണ് ഈ ഇൻഫർമേഷൻ. ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ആക്ച്വലി കർണാടക ഗവൺമെൻറ് നടത്തുന്ന ഒരു റിസോർട്ടാണ്. മിക്കവാറും എല്ലാ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സും ഇറ്റ്സ് ലൈക്ക് റിവറിൻ്റെ അടുത്തായിട്ടായിരിക്കും, അതുമല്ല ഫോറസ്റ്റിന് നടുക്കായിട്ടായിരിക്കും. അപ്പോൾ എന്താണ്, സിറ്റിക്കിടയിൽ ജീവിച്ച് അല്ലെങ്കിൽ ടൗണിലും സിറ്റിയിലും ഒക്കെ ജീവിച്ച് ഒരു ചേഞ്ചിനായിട്ട് വരുന്നവർക്ക് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ഹൈലി സൂട്ടബിൾ ആയിരിക്കും. അതുമല്ല, നിങ്ങളൊരു പാക്കേജ് പോലെയാണ് ഇത് എടുക്കുന്നത്, ഒരു ഡേ പാക്കേജ്. ആ ഒരു ഡേയിൽ നിങ്ങളുടെ ഫുഡും അക്കോമഡേഷനും പിന്നെ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസും ഉണ്ടാവും. അപ്പോൾ വൺ ഡേ നിങ്ങൾ ഫുള്ളി പ്ലാൻ ചെയ്ത് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസും കാടും മലയും സഫാരിയും ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു പോകാം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡുബാരെ റിസർവ് ഫോറസ്റ്റിനകത്താണ്. ഡുബാരെ റിസർവ് ഫോറസ്റ്റിനകത്തും ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞങ്ങൾ എന്തെല്ലാം ആക്ടിവിറ്റീസ് ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ചെയ്തു എന്ന്. ഇതുവരെയുള്ള ഞങ്ങൾ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. പോണ വഴിക്കുള്ള ഒത്തിരി ബേർഡ്സിനെ കണ്ടു. ഏറ്റവും കൂടുതൽ കണ്ടത് പീകോക്സിനെയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അനിമൽസിനെ ഒന്നും അത്ര കണ്ടില്ലെങ്കിലും രാവിലെ കാട്ടിനുള്ളിൽ ഇതുപോലെ സഫാരി ചെയ്തു പോയ ഒരു കിടു ഫീല് തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ് കാട്ടിനുള്ളിലേക്ക് പോയപ്പോഴത്തേക്ക് ആദ്യം കണ്ടത് ഇന്ത്യൻ കോർണയാണ്.
ആക്ച്വലി ഞങ്ങളും പേടിച്ചു, ഞങ്ങളെ കണ്ട് ഇന്ത്യൻ കോറും കുറച്ച് പേടിച്ചു. നിങ്ങൾ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ടിൽ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നേരത്തെ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം ലാസ്റ്റ് മൂമെൻറ്റിൽ റഷ് ചെയ്ത് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ബുക്കിംഗ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഞങ്ങൾക്കും ഇതേ അബദ്ധം പറ്റി. ബട്ട് ലക്കിലി ഒരു റൂം ഉണ്ടായിരുന്നു, ആ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇതിനു മുമ്പ് മയിൽ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലാത്തവർക്കായിട്ടാണ് ഈ സീൻ. ऊपर टॉप पे बैठा है. ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ വെറും 48 സുഹൃത്തുക്കൾ മാത്രമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി നല്ല വീഡിയോസ് ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വീഡിയോയിൽ എന്തൊക്കെ കുറവുകളുണ്ടെന്ന്. അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ശരിയാക്കുന്നതായിരിക്കും. കാട്ടിനുള്ളിൽ കയറിയപ്പോൾ ആദ്യം തന്നെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് ഒച്ച ഉണ്ടാക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ വോയിസ് ഓവർ ആയിരിക്കും. ഞങ്ങളുടെ ജംഗിൾ ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സിൻ്റെ ഈവനിങ് ജംഗിൾ സഫാരി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി ഒന്ന് കണ്ടു നോക്കണം. ഞങ്ങൾക്ക് വാർണിംഗ് കോളിൻ്റെ ടെറർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. കാട്ടിനുള്ളിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ റിസർവോയേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അനിമൽസിനെ വെള്ളം കുടിക്കാനായിട്ടാണ്. അതുമല്ല ഈ സ്പോട്ട്സിലെല്ലാം അനിമൽസിനെ കാണാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് 2 മണിക്കൂറായിരുന്നു ഞങ്ങളുടെ ജംഗിൾ സഫാരി. അടിപൊളിയായിരുന്നു, ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങളും ഇവിടെ വരണം, ഇവിടെ വന്ന് ഇതെല്ലാം എൻജോയ് ചെയ്യണം. ഞാൻ എത്ര ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചാലും ഇതെല്ലാം റിയാലിറ്റിയിൽ നിങ്ങൾ കാണുന്നത് പോലെ ആവില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, വന്ന് ഇതെല്ലാം എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ റിസോർട്ടിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസോ ഇൻഫർമേഷൻസോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി, ഞാൻ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇപ്പോൾ ഒരേ ഒരു ഒബ്ജക്റ്റീവേ ഉള്ളൂ, ഫ്രഷ് ആവുക, ഉറങ്ങുക. അത്രയും ടയർഡാണ്. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും വീഡിയോ എങ്ങനെ വന്നു എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പുതിയ വീഡിയോസ് ഉണ്ടാക്കാൻ നേരത്ത്. അതുമല്ല ഇത്രയും നേരം കണ്ട സ്ഥിതിക്ക് പ്ലീസ് ഡു ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ ആൻഡ് ദ സബ്സ്ക്രൈബ് ബട്ടൺ.